ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ 3rd ഡേ ആണ്. ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഇവിടെ കൂടിയുള്ള സ്ഥലം എവിടെയൊക്കെ നിൽക്കുക സത്യം പറഞ്ഞാൽ അറിയില്ല. ഇത് കൂടിയുള്ള സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴത്ത് പോയിട്ട് ഒരു എന്നെ കോഫിക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ പോയിട്ട് അവരൊക്കെ കണ്ട് സംസാരിക്കണം. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ അവർ കൊണ്ടുവരാൻ വരും. ഇപ്പോൾ പട്ടികൾക്കൊന്നും പെണ്ണിനെ കണ്ട പ്രശ്നമല്ല. അവരൊക്കെ എന്നോട് ഫ്രണ്ട്ലി ആയി. അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് ഞാൻ ഇറങ്ങുന്ന സൗണ്ട് ഇട്ട് അവിടെ എത്തിയിട്ടുണ്ടാക്കും കുറച്ചിട്ട്. ഗുഡ് മോർണിംഗ് ആൻറ്റി. I'm doing good. How are you doing? Yeah, I'm coming. What? Hi. I'm going. നോക്ക് റെയിൻബോ എന്ത് രസാ നോക്ക്. അത് മൗണ്ട് ലെമോൺ ഉണ്ട്, അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ മരമുള്ളതുകൊണ്ട് അത് കാണൂല. ഏർലി ബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു തുർക്കിഷ് സീരിയൽ ഉണ്ട് കേട്ടോ. എനിക്കിത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കറക്റ്റ് ആ വൈബാണ് കിട്ടണേ. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയേക്കും ഒരു കോടൊക്കെ കൊടുത്ത് തന്ന് പട്ടികളൊക്കെ ഞാൻ അയക്കൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് ആരും പുറത്ത് പോകണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കുരക്കൊക്കെ ചെയ്ത് പുറത്തു കൂടി ഇങ്ങനെ നടക്കറിയാത്ത സ്ഥലം എന്തൊരു രസമാണ് അറിയോ. ഞങ്ങൾ പോകും, ഇന്ന അവരങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരും, എന്നിട്ട് ഇന്നത് കൂടെയൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ആണ്. അവിടെയാണ് ഞാൻ നിൽക്കണേ. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഐലൻഡ് കാണാം. ഇന്നലെ ഞങ്ങൾ പോയിരുന്നത് ആ മൗണ്ടെയിൻ്റെ ഒക്കെ അങ്ങോട്ട് അടിയിക്കായിട്ടായിരുന്നു. ഞങ്ങൾ ആ മൗണ്ടെയിൻ്റെ ഉൾക്കൊണ്ടുള്ള വീടും സെറ്റിൽമെൻറ്റൊക്കെ കണ്ടതായിരുന്നു. അപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ അടുത്തടുത്ത് തന്നെ. മീൻസ് ഇവിടുന്ന് ഒരു അരമണിക്കൂർ റൈഡുള്ളൂ അങ്ങോട്ട്. ഇത് അടുത്ത വ്യൂ പോയിന്റ്. ഇത് അവിടെ കാണുന്ന ആ മലയല്ലേ, അത് ഇന്നലെ ഞാൻ സ്കെച്ച് ചെയ്ത മലേൻ്റെ ബാക്കി ഭാഗമാണ്. പിന്നെ അങ്ങനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഈ കാണുന്ന ഭാഗമാണ് ആ കാണുന്നത്. ഞങ്ങളെ കൂടെ ഇന്ന് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരാളും കൂടെ ഉണ്ട്, ആദി പറഞ്ഞിട്ട്. അയ്യോ ചളിയായി. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്, ഷഹീർ ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണേ. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നതാണ്. ഇത് നോക്ക്, ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഡിസൈൻ നോക്ക്. ഇവരിവിടെ നിൽക്കും, എന്നിട്ട് ഇക്കൂടി സെൽ ചെയ്യും. നല്ല ഭംഗിയില്ല കാണാൻ, എന്ത് രസം നോക്ക്. അതാ ആദ്യം, അതാ ഷഹീർ ഖാൻ, അത് സഫു. എന്നെ നേരെ നോക്കണ്ടോര്. ഇത് നമ്മൾ വന്ന അടുത്ത വ്യൂ പോയിന്റ് ആണ്. ഇത് എന്ത് ഭംഗിയാ നോക്ക്. ഇവിടെ മഴ നല്ലോണം പെയ്തതിനാൽ ഇപ്പൊ ഇവിടെ ഒന്ന്, അതേമാതിരി അവിടെ ഒരു വാട്ടർഫാൾ ആയിട്ട് മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ വീണ്ടും കുറേ വാട്ടർഫാൾസ് വന്ന് ഇതൊക്കെ പോയിട്ട് ഇന്നലെ നമ്മൾ പോയ ബീച്ചിൽ ഇങ്ങനെ ഒരു റിവർ വന്ന് ജോയിൻ ചെയ്യണ്ടായില്ലേ, അങ്ങോട്ടാണ് ഈ വെള്ളമൊക്കെ പോണത്. ആ മലൻ്റെ അപ്പുറത്തേക്ക് അവിടെയാണ് കയാക്കിങ്ങിനൊക്കെ പോകും. അങ്ങോട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ആ റിവർക്ക്. നല്ല രസമാണ്. ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇവർ വെയ്ക്കണം. ഇവർ പറഞ്ഞു അടിപൊളി, നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകില്ല, അങ്ങനെയൊന്നുമല്ല. ഇത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കുറേ പോയോണ്ടിരിക്കും. അത്രയൊക്കെ രസമാണ് പോലും. ഇത് അവിടെ കാണുന്നതാണ് ഗംഗാ ലേക്ക്. ഇവിടെ ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, അതേമാതിരി ശിവന്റെ സ്റ്റാച്ചു ഉണ്ട്, വലിയ പാർവതിന്റെ സ്റ്റാച്ചു ഉണ്ട്. സാധാരണ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് മുസ്ലിംസും അതേമാതിരി ക്രിസ്ത്യൻസേക്കാർ ഏറ്റവും കൂടുതൽ. പക്ഷെ മൊറീഷ്യസിൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദുസ് ഉള്ളത്. ഇത് അവിടുത്തെ ടീ പ്ലാന്റേഷൻ ആണിത്. ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമ്മളവിടെ ഫുള്ള് കൈ കൊണ്ടല്ലേ ചെയ്യല്. ഹായ്, ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് മൊറീഷ്യസിലുള്ള ഒരു ഹിഡൻ വാട്ടർഫാളാണ്. ഇത് ഇവിടുത്തെ ലോക്കൽസിനും കൂടി മര്യാദക്ക് അറിയില്ല. ഇവിടുത്തെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദൂരം പറയണത് കശ്മീർ, ഹിമാചൽ അങ്ങനെയൊക്കെ അല്ലേ. ഇത് ചെറിയൊരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം അത്രയും കൂടി ചിലപ്പോൾ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ ഇവിടുത്തെ നോർത്ത് സൗത്ത്, ഈ ചെറിയൊരു ഐലൻഡിൻ്റെ നോർത്ത് സൗത്തേക്കൊക്കെ പോകുന്ന പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയോ വണ്ടി എടുത്ത് അത് കാണാനോ അങ്ങനത്തെ ഒക്കെ ഒരു ഇത്. അപ്പോൾ ഇവരിത് കാണുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ അധികം ലോക്കൽസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 7 വാട്ടർഫാൾസ് ആണ് ഇങ്ങനെ തട്ടായിട്ടുള്ള. നമ്മൾ മേഘാലയ അവിടെ ഒക്കെ അങ്ങനത്തെ ഉണ്ട്. തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ എനിക്ക് കേട്ടൊരു ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത് എന്ത് രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മൊറീഷ്യസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്താണെങ്കിലും വരണം. അപ്പം ഞാൻ നോക്ക്, ചെരുപ്പൊന്നും ഇല്ലാണ്ട് നടക്കണേ. ചെരുപ്പൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണ സ്ഥലമൊക്കെ കണ്ടിട്ട് വരാം. അവിടെ നോക്ക്, വലിയൊരു സ്നെയില്.
ഇതാണ് അങ്ങോട്ടുള്ള ട്രയല്. നോക്കാം വെള്ളത്തിന്റെ കളറ് കാണുന്ന നോക്ക്. നമുക്കിങ്ങനെ റോഡ്സിൽ പിടിച്ചിറങ്ങണം. മണ്ണൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. കണ്ണങ്കട്ടത്തേക്ക് വെള്ളത്തിന്റെ കളർ മാറി. അവിടെ നോക്ക് ബ്ലൂ ആയി നിൽക്കണം. നമുക്ക് അവിടെയും വേറെ ഡെപ്ത് കൂടുന്തോറുമാണ് ഡെപ്തിനനുസരിച്ചിട്ട കളർ മാറണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ എവിടെ ഉള്ളത് നോക്ക്. ഞാനിതിൽ നീന്താൻ പോവാണല്ലോ. Yeah, I am good. Oh. जो भी तुमने मुझसे कहा है सेन्योरिटा. ഇപ്പൊ ഞങ്ങളിവിടെ ഒരു മോൾക്ക് വന്നിട്ടാണ്. ഇവിടുത്തെ ഒരു പനിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. സാൻഡ്വിച്ച് മാതിരി നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ പൈസയുള്ളൂ. 125 മൊറീഷ്യൻ റുപ്പി പറഞ്ഞൊരു 300 രൂപൻ്റെ അടുത്ത്. അതുമാതിരി ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡുകൾ. ഇവിടുത്തെ സാലഡാണ്. നോർമൽ വെജീസ് കട്ട് ചെയ്ത് തരും. എന്നിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ പീനട്ട് സോസ് തരും. എന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമായത്. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇന്തോനേഷ്യ എന്നുള്ളതെന്ന്. ഓരവിടെ ഫ്രൈഡ് റൈസ് എങ്ങനെ സെർവ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസും പിന്നെ ബുൾസയും പിന്നെ ഇങ്ങനെ ക്രാക്കേഴ്സും ഉണ്ടാക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇതിങ്ങനെ കഴിക്കും. അങ്ങനെ കഴിക്കാം. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി മറ്റേതാക്കാൻ നല്ലേന്നു. എനിക്ക് പീരിയഡ്സ് ആയിക്കണോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിനും വയ്യ. അങ്ങനത്തെ മൂഡിലിരിക്കുകയാണ്. ഓരവിടെ ഷോപ്പിങ്ങിൽ പോയിക്കടക്ക് കാലൊക്കെ വേദനിക്കുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുക. ഹായ്, ഇതിപ്പോൾ വേറൊരു ദിവസമാണ്. കാരണം എനിക്കന്ന് പിന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ ആ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിരുന്നു എനിക്ക് പീരിയഡ്സ് അയക്കണം, അപ്പോൾ എനിക്ക് വയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ ഓക്കെ ചെയ്തു. പക്ഷെ എനിക്കറിയുന്നു പെയിൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇരുന്നു. ഒന്നും ഇങ്ങോട്ട് പോകുന്നതാക്കൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് കാറൊക്കെ കയറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനൊക്കെ എൻ്റെ എന്താ പറയുക ഊപ്പാടളക്കം പറയില്ലേ, അങ്ങനെ ആയിക്കൂടോ. ഭയങ്കര സീൻ, ഭയങ്കര വേദന. എന്നോട് തൊട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് മെഡിസിൻ എന്തെങ്കിലും എടുത്തോ. പക്ഷെ ഞാനിങ്ങനെ കുറെപ്പോഴും വേദന വരുമ്പോഴത്തേനും മരുന്നെടുക്കണതിൽ ഞാൻ യോജിക്കലില്ല. എനിക്ക് വേണ്ട എന്നുള്ള സാധനമായിരുന്നു. നല്ല വന്നതിനെ എടുക്കുക. പക്ഷെ അപ്പം നല്ലോണം വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്നു. കുറച്ചൊക്കെ പിന്നെ ഇവരാണെങ്കിൽ ഇന്നെ നല്ല രസമുള്ള നല്ല രസമുള്ള സ്ഥലം കൊണ്ടുപോകും. എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ കഴിയില്ല. കാരണം എനിക്ക് വേദനയുണ്ടാകും. ഒരായിട്ട് മേലൊക്കെ തണുക്കും. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ കാലൊക്കെ പ്രത്യേകിച്ചൊക്കെ ഇട്ട് തണുത്ത് മീൻസ് എല്ലിൻ്റെ ഉള്ളിൽ വരെ തണുക്കൂലേ, അങ്ങനെ എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും വൃത്തികെട്ട ഫീല്. ഒരുമാതിരിയാണ് അത്. എനിക്കെപ്പോഴും അങ്ങനെ ഉണ്ടാവുക. അപ്പം എനിക്കിങ്ങനെ തണുത്ത് എനിക്ക് എന്താ കാട്ടേണ്ട അറിയുള്ള അങ്ങനത്തെ ഒക്കെ സീന്. ലാസ്റ്റ് വരെ എന്നോട് പറഞ്ഞു മോളെ ഈ ട്രാവൽ ചെയ്യാൻ വന്നതാണ്, അനക്ക് ഇങ്ങനെ വേദനിച്ച് കഴിഞ്ഞാൽ അനക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം നല്ല നല്ല സ്ഥലങ്ങളാണ്. ഞാൻ പറയാം എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങണ്ട. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇന്നെ ഇറക്കിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ, നോർത്ത് ബീച്ച് ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം പോയി. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ നടക്കാനൊന്നും എനിക്ക് വയ്യ. അവിടെ നിന്നാണെങ്കിലോ തിരിച്ച് വീട്ടിലേക്ക് ഇനി 1.5 മണിക്കൂർ എത്ര ഉണ്ട്. ഞാനത് കേട്ടേക്കാൻ എൻ്റെ കിളി പോയി. കാരണം എനിക്കൊന്ന് വേഗം എവിടെയെങ്കിലും പോയി കടക്കണം, അങ്ങനെയൊക്കെ ആയി. പക്ഷേ ഒരു വഴിയുമില്ല, കാറിലിങ്ങനെ ഇരിക്കണം. കാരണം എന്നെ കാണിക്കാനാണ് ഒരു അത്രയും ദൂരം കൊണ്ടുപോയി. എന്നിട്ട് എവിടെ കൊണ്ടായാലും ഞാൻ പറയാം എനിക്ക് വയ്യ, ഞാൻ ഇറങ്ങണില്ല. അങ്ങനെ പക്ഷെ ഒരു സ്ഥലം വന്നു, ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ച്. എനിക്കറിയില്ല, പക്ഷെ ഞാൻ എനിക്ക്
നീല കളർ വെള്ളവും കുറേ ബോട്ടും അതും ഇതും ഇതൊക്കെ വട കണ്ണിക്ക് എന്തോ ഞാൻ ഇറങ്ങി. ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി, മീൻസ് ഫുള്ളായിട്ടല്ല, പക്ഷെ കുറച്ചൊക്കെ ഇറങ്ങി, ഷെല്ലൊക്കെ പെറുക്കി, അവിടെ കുട്ടികളെ മീൻ പിടിക്കണമൊക്കെ ഉണ്ടായിരുന്നു, ഓരോ കൂടെ പോയി മീൻ പിടിക്കാനൊക്കെ പഠിച്ച്. വേദന ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറേ അങ്ങോട്ട് അവിടത്തേക്ക് ബെറ്ററായി. പിന്നെ തിരിച്ച് കാറ് കയറിയേക്ക് വീണ്ടും നടത്തി. പക്ഷെ എനിക്ക് അതെന്തിനാ ഞാൻ പോയത് അറിയണ്ടായില്ല കേട്ടോ. പക്ഷെ പിന്നെ എനിക്ക് അറിഞ്ഞത് അതിനാ പറഞ്ഞുതരാം. അങ്ങനെ എന്നിട്ട് തിരിച്ചു പോയിട്ട് അവർ പറഞ്ഞു അഫിത നടക്കൂല, നമുക്ക് നല്ല പെയിൻ ഉണ്ട്, ഈ മരുന്ന് എടുക്കണം പറഞ്ഞിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ അമ്മ നമ്മളെല്ലാവരും യൂസ് ആക്കണം മെറ്റഫിലോ, എനിക്ക് പേരറിയില്ല, ഇങ്ങനെ എന്തോ വെച്ചിട്ടുള്ള എന്തോ മരുന്നാണ്. അതൊക്കെ ഇവിടെ കിട്ടൂലല്ലോ. അത് ഇവിടെ എന്താണെങ്കിലും ഒരു പീരിയഡ്സിൻ്റെ ഒരു മരുന്ന് ചോദിച്ചേക്കും, ഒരു ടാബ്ലറ്റ് തന്നു. അത് കഴിച്ച് 10-15 മിനിറ്റിനുള്ളിൽ ഒക്കെ പോയി വേദന. എൻ്റെ ഇതിൽ വേദന പോകുന്നുണ്ടാകും, പക്ഷെ തണുപ്പ് വൃത്തിട്ട് തണുപ്പ് അവിടെ ഉണ്ടാവുന്നത് അത് വരെ പോയി. ഒരു പ്രശ്നമല്ല എനിക്ക്. പിന്നെ ഫുള്ള് സെറ്റ്. പിന്നെ നിങ്ങൾ ഫുള്ള് നടത്തം, ഫുള്ള് കറക്കം, ഒന്നും അറിയണില്ല. എനിക്കാണെങ്കിലോ കുറച്ച് നേരം ഇതുണ്ടാവും. ഒരു 3 പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഒരു 2-3-4 മണിക്കൂറേ ഈ സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നുമില്ല. പക്ഷെ ഇതൊന്നും കേട്ട് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാവണം. അങ്ങനെയാണ്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ എനിക്കുണ്ടായിരുന്നു ഇതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതും ട്രാവലിങ്ങും ഒക്കെ കൂടെ ഹാൻഡിലാക്കണത്. പക്ഷെ എനിക്കപ്പം അതിനുള്ള ജീവനൊന്നും ഇല്ല, എനിക്ക് കഴിയൂല, കാരണം ചത്തിട്ടുള്ളേ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ എക്സ്ട്രാ വേറെ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പറഞ്ഞു ഇവിടെ നിന്ന് കലാശ്. പിന്നെ ഞാൻ കരുതുക ഷോർട്ട് വീഡിയോസും കൂടെ ഉണ്ടാക്കാമെന്ന്. കാരണം എനിക്ക് ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് പറയുന്നുണ്ടെങ്കിൽ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിടുന്നൊക്കെ. അപ്പോൾ മേ ബി ഞാനിങ്ങനെ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിനെ പറ്റിയിട്ട് എനിക്ക് കുറേ പറയാനുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇതിൽ ഞാനത് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് മൊത്തം ഇടണമെന്നുണ്ട്. അതേമാതിരി എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ വേറെ കുറേ സ്റ്റോറീസ്, മീൻസ് കുറേ നല്ല നല്ല സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ പറയുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ അതൊക്കെ ഞാൻ കരുത് അങ്ങനെ ഒക്കെ ഒരു ചെറിയ ചെറിയ വീഡിയോസായിട്ട് അത് വേറെ ഒരു എപ്പിസോഡുകളായിട്ട് അങ്ങനെ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ മേ ബി ഐ വിൽ ഡു ദാറ്റ്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.